ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന മലയാളം ചലച്ചിത്രത്തിന്റെ റിവ്യൂ ആണ്. മലയാള സിനിമയിലെ പ്രണയ ചിത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പല തലമുറകളും ഒരുപോലെ ഓർക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് തേന്മാവിൻ കൊമ്പത്ത്. ഇത് വെറും ഒരു പ്രണയകഥയല്ല. സൗഹൃദം, വിശ്വസ്തത, നഷ്ടബോധം, ഗ്രാമീണ ജീവിതത്തിന്റെ നന്മ, മനുഷ്യഹൃദയത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ വളരെ ലളിതമായും മനോഹരമായും അവതരിപ്പിക്കുന്ന ചിത്രമാണ് തേന്മാവിൻ കൊമ്പത്ത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ശ്രീകൃഷ്ണൻ, മാണിക്യൻ, കാർത്തുമ്പി എന്നിവർ. നെടുമുടി വേണു അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണൻ സമ്പന്നനും അതുപോലെ തന്നെ ഗ്രാമത്തിലെ പ്രമുഖനുമാണ്. ജീവിതത്തിൽ പലതും നേടിയെങ്കിലും ഒരു കുടുംബജീവിതമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ കാര്യസ്ഥനാണ് മാണിക്യൻ. നമ്മുടെ മോഹൻലാലാണ് മാണിക്യനെ അവതരിപ്പിച്ചിരിക്കുന്നത്. യജമാനനും ജോലിക്കാരനും എന്നതിലുപരി ഇരുവരും തമ്മിൽ ഒരു സൗഹൃദ ബന്ധമുണ്ട്. ഈ ബന്ധത്തിനിടയിലേക്കാണ് കാർത്തുമ്പിയുടെ കടന്നുവരവ്. അവളുടെ വരവോടെ 3 പേരുടെയും ജീവിതം മാറി മറിയുകയാണ്. ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം സാധാരണ പ്രണയ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ളൊരു വില്ലനൊന്നുമല്ല. കാർത്തുമ്പിയോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന് ആത്മാർത്ഥമാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ തനിക്കൊരു കൂട്ടാളി വേണമെന്ന ആഗ്രഹം ശ്രീകൃഷ്ണന് ഉണ്ടാവുന്നു. അത് കാർത്തുമ്പിയെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് അങ്ങനൊരു തോന്നലുണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം തൻ്റെ വികാരങ്ങൾ നേരിട്ട് പ്രകടിപ്പിക്കാൻ മടിക്കുന്നു. കാരണം കാർത്തുമ്പിയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള പ്രായവ്യത്യാസം തന്നെ. അതുകൊണ്ടാണ് മാണിക്യനെ ഇടനിലക്കാരനാക്കി തൻ്റെ പ്രണയം കാർത്തുമ്പിയെ അറിയിക്കാൻ ശ്രീകൃഷ്ണൻ ശ്രമിക്കുന്നത്. ഈ തീരുമാനം പിന്നീട് കഥയുടെ മുഴുവൻ ഗതിയും മാറ്റുന്നുമുണ്ട്. മാണിക്യൻ ചിത്രത്തിന്റെ ജീവനാണ്. മോഹൻലാൽ അവതരിപ്പിച്ച ഈ കഥാപാത്രം ഒരേ സമയം തമാശക്കാരനും വികാരസമ്പന്നനും അതോടൊപ്പം തന്നെ നിഷ്കളങ്കനുമാണ്. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു പ്രത്യേക ചാബല്യമുണ്ട് നമ്മുടെ മാണിക്യന്. ആദ്യമൊക്കെ അദ്ദേഹം കാർത്തുമ്പിയെ കാണുന്നത് യജമാനന്റെ ആവശ്യത്തിനു വേണ്ടിയായിരുന്നു. എന്നാൽ അവളോട് സംസാരിക്കുകയും കൂടുതൽ ഇടപഴകുകയും ചെയ്യുമ്പോൾ അവളുടെ സ്വഭാവം അദ്ദേഹത്തിനെ ആകർഷിക്കുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. കാർത്തുമ്പി ചിത്രത്തിൻ്റെ ആത്മാവ്. ശോഭനെ അവതരിപ്പിച്ച കാർത്തുമ്പി മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട നായിക കഥാപാത്രങ്ങളിൽ ഒന്നാണ്. അവൾ സുന്ദരിയായതുകൊണ്ട് മാത്രമല്ല പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് അവളുടെ നിഷ്കളങ്കതയും ആത്മാഭിമാനവും തുറന്ന മനസ്സും കൊണ്ടുകൂടിയാണ്. കാർത്തുമ്പി ആരുടെയും സമ്പത്തിനെയോ സ്ഥാനത്തെയോ കണ്ട് ആകർഷിക്കപ്പെടുന്നില്ല. അവൾ മനുഷ്യരുടെ ഹൃദയം നോക്കുന്നവളാണ്. അതാണ് അവളെ മാണിക്യനോട് അടുപ്പിക്കുന്നതും. ഈ സിനിമയിലെ പ്രണയം പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ചെറിയ സംഭാഷണങ്ങൾ, കുസൃതികൾ, പരിഹാസങ്ങൾ, വഴക്കുകൾ, പരസ്പരം മനസ്സിലാക്കുന്ന നിമിഷങ്ങൾ, ഇവയിലൂടെയാണ് അവരുടെ ബന്ധം വളരുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകനും പ്രണയത്തിൽ പതിയെ പങ്കാളിയായി പോകും. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതിലെ ഹാസ്യമാണ്. ഇവിടെ ഹാസ്യം കഥയ്ക്ക് പുറത്തുള്ളൊരു ഘടകമല്ല, കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. മാണിക്യന്റെ കുസൃതികളും നിഷ്കളങ്കമായ നുണകളും ആത്മവിശ്വാസവും ചിലപ്പോൾ പറ്റുന്ന അബദ്ധങ്ങളും സിനിമയെ ലളിതമാക്കുന്നു. ഇന്നും പല രംഗങ്ങളും പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതിൻ്റെ സ്വാഭാവികത തന്നെയാണ്. ഗ്രാമീണ കേരളത്തിൻ്റെ ഭംഗി സിനിമയുടെ മറ്റൊരു അട്രാക്ഷനാണ്. പച്ചപ്പാർന്ന വയലുകൾ, മഴ, നാട്ടുവഴികൾ, ഉത്സവങ്ങൾ, ഗ്രാമീണ ജീവിതത്തിൻ്റെ താളം, ഇവയെല്ലാം സിനിമയുടെ വികാരലോകത്തിൻ്റെ ഭാഗമാണ്. വളരെ മനോഹരമായ ഒരു ഫ്രെയിമിൽ നിന്നും സംഘർഷം ശക്തമാകുന്നത് മാണിക്യനും കാർത്തുമ്പിയും പരസ്പരം ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ്. കാരണം കാർത്തുമ്പിയെ ആദ്യം ഇഷ്ടപ്പെട്ടത് ശ്രീകൃഷ്ണനാണല്ലോ. മാണിക്യൻ തൻ്റെ യജമാനനോട് കടപ്പെട്ടവനാണ്. അതിനാൽ സ്വന്തം ഹൃദയം പറയുന്നതും വിശ്വസ്തത കാത്തുസൂക്ഷിക്കുന്നതും തമ്മിൽ കുടുങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ മാണിക്യൻ. ഇതാണ് സിനിമയുടെ ഏറ്റവും ശക്തമായ വികാരവും. സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൗഹൃദവും പ്രണയവും തന്നെയാണ്. എങ്കിലും ഇവിടെ വില്ലനില്ല എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. കാരണം ശ്രീകൃഷ്ണൻ ദുഷ്ടനല്ല, മാണിക്യൻ വഞ്ചകനും. കാർത്തുമ്പി ഒട്ടും സ്വാർത്ഥയല്ല. എല്ലാവരും നല്ലവരു തന്നെ. പക്ഷേ ജീവിതം ചിലപ്പോൾ നല്ല മനുഷ്യരെ പോലും വേദനാജനകമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടും. ഈ സത്യം സിനിമ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾ കഥയുടെ വികാരങ്ങളെ കൂടുതൽ ആഴത്തിലാക്കുന്നു. കറുത്ത പെണ്ണെ, കള്ളിപ്പൂങ്കുയിലെ എന്നീ പാട്ടുകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന ഗാനങ്ങളാണ്. ഇവ വെറും പാട്ടുകളല്ല, കഥാപാത്രങ്ങളുടെ വികാരങ്ങളാണ്. മോഹൻലാൽ അവതരിപ്പിച്ച മാണിക്യൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ശോഭന കാർത്തുമ്പിക്ക് നൽകിയ ജീവൻ അസാധാരണമാണ്. നെടുമുടി വേണു ശ്രീകൃഷ്ണനെ വളരെ മാനുഷികമായ കഥാപാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അവരുടെ പ്രകടനങ്ങൾ കൊണ്ടാണ് സിനിമ എന്നും പുതുമയോടെ നിലനിൽക്കുന്നത്. സിനിമയുടെ അവസാന ഭാഗം പ്രണയകഥയുടെ ഒരു സാധാരണ സമാപനമല്ല.
അത് മനുഷ്യരുടെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചുമാണ്. അവസാന നിമിഷങ്ങളിൽ പ്രേക്ഷകൻ ചിരിക്കുമ്പോഴും ഹൃദയത്തിൽ ഒരു നൊമ്പരം അവശേഷിക്കുന്നു. അതാണ് ഈ ചിത്രത്തിൻ്റെ വിജയവും. എന്തുകൊണ്ടാണ് ഈ ചിത്രം ഇന്നും മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നത്? 30 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും തേന്മാവിൻ കൊമ്പത്ത് പഴകാത്തത് അതിൻ്റെ കഥയുടെ ലാളിത്യം കൊണ്ട് തന്നെയാണ്. ഇവിടെ വലിയ ട്വിസ്റ്റുകളില്ല, അസാധാരണ സംഭവങ്ങളില്ല, അമിതമായ നാടകീയതയുമില്ല. പക്ഷേ യഥാർത്ഥ മനുഷ്യരുണ്ട്, യഥാർത്ഥ വികാരങ്ങളുണ്ട്, യഥാർത്ഥ പ്രണയവുമുണ്ട്. അതിനാലാണ് ഓരോ തവണ കാണുമ്പോഴും ഇത് പുതിയൊരു അനുഭവമായി തോന്നുന്നത്. അവസാനമായി പറയുകയാണെങ്കിൽ, തേന്മാവിൻ കൊമ്പത്ത് ഒരു സിനിമ മാത്രമല്ല, പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നിഷ്കളങ്കമായ ഓർമ്മകളുടെയും ഒരു മനോഹര യാത്രയാണ്.